ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ റീച്ചായി, ചെറിയ രീതിയിൽ സെയിലൊക്കെ നടന്നു. അപ്പം മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും വലിയ താങ്ക്സ്. വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമുക്ക് 2K ഫോളോവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പം 2000 സബ്സ്ക്രൈബേഴ്സായി. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഈ കാണുന്ന കലാത്തിയ തൈകളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനുള്ളതാണ്. ഈ കാണുന്ന കലാത്തികളൊക്കെ സെയിലാക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നും പറയാറുള്ളത് പോലെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ അവിടെ കൊടുത്തേക്കാം. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പം ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മളത് ഹോം ഗാർഡൻ ആണ് കേട്ടോ. നമ്മൾ നഴ്സറി അല്ല, ഹോം ഗാർഡൻ ആണ്. ഞാൻ വളർത്തുന്ന എൻ്റെ ചെടികളാണ് ഞാൻ കൊടുക്കുന്നത്. ഈ കാണുന്ന ചെടിയൊക്കെ ഞാൻ കുറഞ്ഞ റേറ്റിന് വാങ്ങിയതായിരുന്നു കേട്ടോ. ഇത് നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താറാവ് കഴിച്ചിട്ടുള്ളൊരു അഗ്ലോണിമൻ്റെ കാര്യം. ഈ അഗ്ലോണിമൻ കേട്ടോ, അത് ഇപ്പം നല്ല ലീഫൊക്കെ വന്നിട്ട് ഞാൻ സെയിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നല്ല ലീഫൊക്കെ വന്നിട്ട് ഞാൻ പോസ്റ്റ് ഇടും കേട്ടോ, വീഡിയോ ഇടും. അപ്പം ഈ കാണുന്ന ചെടീൻ്റെ കുറേ തൈകളും എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ അപ്പോൾ കൊടുക്കാൻ. അപ്പം ഞാൻ കുറഞ്ഞ റേറ്റ് തന്നെയാണ് വിൽക്കാറുള്ളത്. ഇതിന്ന് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിയവർക്ക് അറിയാം, ഞാൻ വലിയ റേറ്റൊന്നും ഇടാറില്ല. അപ്പോൾ ഈ കാണുന്ന ഒരു പ്രാവശ്യമൊക്കെ പൂവിട്ട പീസ് ലില്ലിന് തൈകളും കൊടുക്കാനുണ്ട് കേട്ടോ. അതുപോലെ ഈ കാണുന്ന ചെടികളും ഈ കാണുന്ന ചെടീൻ്റെയൊക്കെ കുറേ തൈകൾ അതിൻ്റെ മുരട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആക്കി തരും. 100ൻ്റെ മേലേക്ക് ഞാനൊരു അഗ്രോണിമയ്ക്കും ഇതുവരെ റേറ്റ് ഇട്ടിട്ടില്ല. ഞാൻ 100ൻ്റെ താഴേക്ക് മാത്രമാണ്. 75 വലിയ പ്ലാന്റ് ആണെങ്കിൽ 75, 100, അതേപോലെ 50 അങ്ങനെയൊക്കെയാണ്. 50ൻ്റെ കീപ്പോട്ടേക്ക് ഇടലില്ല. 100ൻ്റെ മേലോട്ടേക്ക് ഇതുവരെ ഞാൻ അഗ്ലോണിമക്കായാലും കലാത്തിക്കായാലും പ്രൈസ് ഇട്ടിട്ടില്ല. എന്നാൽ തന്നെ ഞാൻ 100 രൂപ എന്നൊക്കെ വലിയ പ്ലാന്റിൽ പറയുമ്പോൾ വില കൂടുതലാന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഈ കടയിൽ നിന്ന് പോയി വില ചോദിച്ച ആൾക്കാർ ഒരിക്കലും അങ്ങനെ പറയൂല. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ 100ൻ്റെ താഴേക്കുള്ള അഗ്ലോണിമ ലിപ്സ്റ്റിക്കൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ മേലേക്ക് താഴേക്ക് നമുക്ക് ഒറ്റ അഗ്ലോണിമ വില കൊടുത്ത് വാങ്ങാൻ കഴിയൂല. കാരണം നല്ല റേറ്റ് ഉണ്ടാവും കടയിൽ പോയി വാങ്ങുമ്പോൾ. ഇതൊക്കെ പിന്നെ ലോക്കൽ നമ്മുടെ സാധാരണ അഗ്ലോണിമയാണ്. അതൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് പിന്നെ കളക്ഷൻ്റെ കൂടെ അങ്ങനെ വെക്കാമെന്നേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് കാണിച്ച ഗ്രീന്. പിന്നെ ഈ കാണുന്ന ഹെലിക്കോർണിയാസാണ് കേട്ടോ. ഞാൻ എൻ്റെ ഷോ വാളിൻ്റെ ഉള്ളിൽ വെച്ചായിരുന്നു. നല്ല രസമാണ് കേട്ടോ കാണാൻ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങി വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പം ഇതിൻ്റെ തൈകളും കുറേ എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ചെടികൾ വാങ്ങുന്നവർക്ക് ഞാൻ ആവശ്യമുള്ളവർക്ക് കൂടെ പിന്നെ വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ കൊടുക്കും. ഇതിൽ 3-4 വെറൈറ്റി ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഈ കാണുന്ന ഫുള്ളും അവിടെ ഒഴിവാക്കിയിട്ട് അവിടെ ക്ലീൻ ആക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ തൈകളൊക്കെ ഞാൻ പറിച്ച് കളയും. അപ്പം ഉള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ആക്കുക. നമ്മൾ ചെടീൻ്റെ ശരിക്കും വില അറിയണമെങ്കിൽ നമ്മൾ പിന്നെ ചെടീൻ്റെ കടയിൽ പോകണം. എന്നാലാണ് അതിൻ്റെ ശരിക്കും വില നമ്മളറിയുള്ളൂ. നമ്മളിതേപോലെ നമ്മൾ സാധാരണ കാണുന്ന ചെടികൾക്ക് വരെ നല്ല റേറ്റ് ഉണ്ടാവും കടയിലൊക്കെ ചെന്നാൽ. അല്ല, ഞാൻ അവരെ കുറ്റം ആയിട്ട് പറയല്ല. അവർക്കങ്ങനെ ചെടി നടത്തിപ്പിൻ്റെ ഇതിനേക്കാളും ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഇതിനേക്കാളും നല്ല ഹെൽത്തിയുള്ള പ്ലാന്റ്സ് ആയിരിക്കും. നല്ല വളമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. മേ ബി അതുകൊണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ഞാൻ വളർത്തുന്ന എൻ്റെ ചെടികളാണ് ഞാൻ സെയിൽ ചെയ്യുന്നതെന്ന് പറയുക. എനിക്കിത് കുറേ ചെടികളുണ്ടാകുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു വരുമാനം തീരെ കിട്ടും. അതുകൊണ്ട് ഞാൻ പുതിയ ചെടികൾ വാങ്ങും. അങ്ങനെയൊക്കെയാണ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഒരുപാട് ലെങ്ത്തായിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ ഇടാറില്ല. ഞാൻ ചെറിയ ചെറിയ വീഡിയോസാണ് ഇടാറുള്ളൂ. മാക്സിമം 10 മിനിറ്റിൽ ഉൾക്കൊള്ളുന്ന ചെറിയ വീഡിയോസാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് എന്ത് പറയാൻ മറന്നു, നമ്മുടെ റോസൊക്കെ നന്നായിട്ട് പൂട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തെളുത്ത് ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. കുറേ മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ മഴക്കാലത്ത് തുടക്കത്തിൽ ഇതൊക്കെ ഫുള്ള് നാശമായി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല മഴ കൊണ്ട് ഞാൻ DAP ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മുരട്ട്. ഇപ്പോൾ ഏതായാലും നല്ല ഉഷാറായിട്ടുണ്ട്. കുറേ പൂവൊക്കെ അങ്ങനെ വരാനുള്ളൊരു പരിപാടിയുണ്ട്. ഈ മണ്ണിൽ കുഴിച്ചിട്ടാണ് ഏറ്റവും ഉഷാറായിട്ട് നിൽക്കുന്നത് കേട്ടോ. ചട്ടിയിൽ അത്ര തന്നെ ഒരു ഉഷാർ തോന്നണില്ല. ബാക്കിയുള്ളതൊക്കെ ചട്ടിയിലുള്ളതിന് ഇത്ര തന്നെ ഗ്രോത്ത് ഇല്ല. നിലത്ത് വെച്ചതിനാണ് നല്ല ഗ്രോത്ത് ഉള്ളത്. നമ്മുടെ വഴികളൊക്കെ കാട് പിടിച്ചിട്ടുണ്ട്. നന്നാക്കി വെക്കും. മഴ പെയ്യുമ്പോൾ വീണ്ടും വെള്ളം നനയുമ്പോൾ വീണ്ടും കാടാവും. പിന്നെ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞിട്ടാണ് ഞാൻ പുല്ല് പറിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പറിക്കാൻ നല്ല എളുപ്പമുണ്ടാവും. നമ്മളെ മെലസ്റ്റോമയൊക്കെ മുട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ചെടീൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ. കുറേ ചെടികൾ ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ. കാരണം എല്ലാം കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ചെടികളുടെ എണ്ണമൊക്കെ കുറച്ചതാണ് ഞാൻ
ചെടി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ പാടൊന്നുമല്ല. പിന്നെ എൻ്റെ തെച്ച് ഇതേപോലെ ഫുള്ളായിട്ട് ഇല കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ടൈമായിട്ടാണോ ഇത് ഉണങ്ങാനുള്ള പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല. ഇതേപോലെ അങ്ങനെ അതുവരെ കണ്ടിട്ടില്ല. ഫുള്ളായിട്ട് ഇലകൾ കൊഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ആന്തൂര്യങ്ങൾ 3-4 ടൈപ്പ് ആന്തൂരം എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഒന്ന് നോക്കുമ്പോൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൂവ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ശ്രദ്ധയിൽ പെടാഞ്ഞിട്ടാണ്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ അധികം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ലല്ലോ. പിന്നെ കൊതുകും ഉണ്ടാകുമ്പോൾ വേഗം തന്നെ അകത്തേക്ക് കയറും. അപ്പോൾ കണ്ടോ ഇത് 3 ഇതൊരു ഹാർഡ് കളറാണ് കേട്ടോ. നല്ലൊരു റെഡാണ്. വേറൊരു മുട്ടും അതിലുണ്ട്. അതുപോലെ വൈറ്റിൻ്റെ മുട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.